പ്രാണനിൽ അലിഞ്ഞവൾ. അതേ സമയം തന്നെയാണ് അരുന്ധതി ശ്രദ്ധിച്ചത്. ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഉറക്കഗുളികയുടെ ചെറിയ ബോട്ടിൽ, ഒപ്പം ഒരു ഗ്ലാസ്സിൽ പാതി കുടിച്ചു തീർത്ത വെള്ളവും. അവർ ഒരു സംശയത്തോടെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ പെട്ടെന്ന് ജഗ്ഗിൽ നിന്നും അല്പം വെള്ളമെടുത്ത് ഗൗരിയുടെ മുഖത്തേക്ക് തളിച്ചു. മുഖത്ത് വെള്ളത്തിന്റെ തണുപ്പ് പടർന്നതും കണ്ണു ചിമ്മി തുറക്കാൻ ശ്രമിച്ചു ഗൗരി. അവളുടെ കൺപോളകൾക്ക് വല്ലാത്ത ഭാരമായിരുന്നു. പാതി മങ്ങിയ കാഴ്ചയിൽ ഗൗരി കണ്ടു, തനിക്ക് തൊട്ടു മുന്നിൽ നിൽക്കുന്ന അരുന്ധതിയാണ്. അവളുടെ ചൊടികളിൽ മെല്ലെ വിടർന്നു. അരുന്ധതി ഒരുവിധം അവളെ താങ്ങിപ്പിടിച്ച് മെല്ലെ കട്ടിലിന്റെ ക്രാസയിലേക്ക് തലകണ ചാരി വെച്ച് അതിലേക്ക് ചേർത്തിരുത്തി. എന്താ ഗൗരി ഇത്? നീ പിന്നെയും ഈ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയോ? അന്നേ ഡോക്ടർ പറഞ്ഞതല്ലേ ഇനി നിനക്ക് ഉറങ്ങാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന്. എന്താ മോളെ നീ പറഞ്ഞതനുസരിക്കാത്തത്? ചിലപ്പിച്ചു പോയിരുന്നു അരുന്ധതിയുടെ സ്വരം. അമ്മേ, അമ്മ പറയുന്നത് പോലെ ഞാൻ. ഗൗരി പറഞ്ഞു തുടങ്ങിയ വാചകങ്ങൾ മുഴുവിപ്പിക്കുവാൻ അരുന്ധതി സമ്മതിച്ചില്ല. നീ ഇനി എന്ത് ന്യായീകരണമാ പറയാൻ പോകുന്നത്? അങ്ങനെ അല്ലമ്മേ. ഇന്നലെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. പുലർച്ചെ വരെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ഞാൻ ഒന്ന് ഉറങ്ങാൻ വേണ്ടി ആ ടാബ്ലറ്റ് കഴിച്ചത്. അതിനുശേഷമാണ് സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. അല്പം ഭാരം തോന്നിയ തല കൈവെള്ളയിലേക്ക് താങ്ങി വെച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു. അരുന്ധതിക്ക് തൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. പെട്ടെന്ന് തൻ്റെ അമ്മയുടെ കണ്ണിലെ നനവ് കണ്ടതും ഗൗരിയും വല്ലാതായി. അമ്മേ, ഇനി ഒരിക്കലും ഞാനത് കഴിക്കില്ല, സത്യം. വേണ്ട ഗൗരി, നീ ഇത് മുമ്പോ എന്നോട് പറഞ്ഞിട്ടുള്ളതാ. എത്ര പ്രാവശ്യം ഞാൻ എടുത്തു കളഞ്ഞിരിക്കുന്ന ഈ ടാബ്ലറ്റ്. പിന്നെയും നിനക്കിത് എവിടുന്നാ കിട്ടുന്നത്? നീ സ്വന്തമായി പോയി വാങ്ങിയതാണോ? അരുന്ധതിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഗൗരിയുടെ പക്കൽ മറുപടിയില്ല. കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ അവളുടെ തല താഴ്ന്നു നിന്നു. അരുന്ധതി അവളുടെ മുഖം പിടിച്ചു ഉയർത്തി. നോക്ക്, ഇനി ഒരിക്കലും ഈ ടാബ്ലറ്റ് നിന്റെ മുറിയിൽ കണ്ടുപോകരുത്. പിന്നൊരു കാര്യം, താഴത്തെ റൂമിന്റെ പണി ഇന്നുകൊണ്ട് തീരും. നാളെ മുതൽ നീ അങ്ങോട്ടേക്ക് തന്നെ മാറണം, കേട്ടല്ലോ? നീ പറഞ്ഞ രീതിയിലുള്ള പെയിന്റും ഇന്റീരിയേഴ്സും ഒക്കെ ആ റൂമിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മുകളിൽ നിൽക്കണ്ട. നിനക്ക് കയറിയിറങ്ങാനും എനിക്ക് നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആ മുറി തന്നെയാണ് നല്ലത്. അതെ, സമയം എത്രയായിന്ന് വല്ല വിചാരവും ഉണ്ടോ നിനക്ക്? ഇപ്പോൾ തന്നെ മണി 8:30 കഴിഞ്ഞു. പെട്ടെന്ന് റെഡിയായി താഴേക്ക് വാ. വന്ന് ആഹാരം കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോ. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നിന്നോട് ഇന്ന് ടെക്സ്റ്റൈൽസിലേക്ക് പോകാനാണ്. അവിടെ നിന്ന് എന്തോ വലിയ സ്റ്റോക്കൊക്കെ വരുന്നുണ്ടത്രേ. ശോ, ഞാൻ ആ കാര്യം മറന്നു. ഗൗരി ചെറുതായി തലയ്ക്കടിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ? ഈ കണ്ട ഉറക്കഗുളികയൊക്കെ എടുത്ത് കഴിച്ചാൽ പിന്നെ ബോധം ഉണ്ടാവുമോ? അതും പറഞ്ഞുകൊണ്ട് അരുന്ധതി മേശയുടെ പുറത്തിരുന്ന ഉറക്കഗുളികയുടെ ബോട്ടിലും എടുത്ത് താഴേക്ക് നടന്നു. സാവിത്രി എപ്പോഴും കഴിച്ചു തീർന്നിട്ടില്ലായിരുന്നു. അവർക്കരികിൽ രഹസ്യം പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ശില്പയിരിപ്പുണ്ട്. തന്റെ മുഖത്തെ സങ്കടം അവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി അരുന്ധതി ധൃതിയിൽ അടുക്കളയിലേക്ക് നടന്നു. ഗൗരി വല്ലാത്തൊരു ഉറക്കച്ചെലവോടെ അല്പനേരം കൂടി കിടക്കയിലിരുന്നു. പിന്നെ മെല്ലെ ക്രച്ചസ് എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. ഫ്രഷായി തിരികെ റൂമിലേക്ക് വന്ന് ഒരു കോട്ടന്റെ കോട്ട് സെറ്റ് എടുത്തിട്ടു. നീളൻ മുടി ചീക്കി ഒതുക്കി പോണീട്ടിൽ കെട്ടിവെച്ചു. ശേഷം നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട്, അതരങ്ങളിൽ അല്പം ലിപ്സ്റ്റിക്കും. ഒരുക്കം പൂർണ്ണമായി. അലമാരയിലിരുന്ന ഹാൻഡ് ബാഗും കയ്യിലെടുത്ത് ക്രച്ചസ് ഉപയോഗിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കണ്ണാലെ കണ്ടിരുന്നു സാവിത്രിയും ശില്പിയും. അതോടെ ഗൗരിയുടെ മുഖത്ത് ആകെ അവശേഷിച്ച ഇത്തിരി വെട്ടവും കെട്ടുപോയിരുന്നു. തരം കിട്ടുമ്പോൾ അവിടെയും ഇവിടെയും കൊള്ളിച്ച് സാവിത്രിക്ക് ഓരോ വർത്തമാനമുള്ളതാണ്. ഇന്നലെ ശില്പയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംസാരം കേട്ടതിന് ശേഷം പിന്നെ ഇതാദ്യമായിട്ടാണ് ശില്പയെ ഫേസ് ചെയ്യുന്നത്. ഗൗരിക്ക് എന്തോ വല്ലായ്മ തോന്നി. എങ്കിലും ഉള്ളിലെ സംഘർഷങ്ങളൊന്നും പുറമേ കാണിക്കാതെ ശില്പയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അപ്പോഴേക്കും അവൾക്കുള്ള ഫുഡ് അരുന്ധതി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്തൊക്കെയോ ഇത്തിരി കഴിച്ചെന്ന് വരുത്തി അരുന്ധതിയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഗൗരി പോകാൻ ഇറങ്ങി. ഗൗരി റെഡിയായി മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും മനോജ് വണ്ടിയും എടുത്ത് വീട്ടുപടിക്കിലേക്ക് വന്നു. പിന്നെ ധൃതിയിൽ വണ്ടിയിൽ നിന്നിറങ്ങി ഗൗരിക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുത്തു. എന്തിനാ മനോജ് ചേട്ടാ ഇതൊക്കെ? ഞാൻ തന്നെത്താൻ തുറന്ന് കയറില്ലേ? എത്ര പറഞ്ഞാലും മനോജിന് ഇത് പതിവാണ്.
ഗൗരി വരുന്നത് കാണുമ്പോഴേ ഇറങ്ങി നിന്ന് ഡോറ് തുറന്നു കൊടുക്കും. ശേഷം അവളെ കയറ്റിയിരുത്തി ഡോറടച്ച് അവൾ കംഫർട്ടബിളായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ മനോജ് വണ്ടി മുന്നോട്ടെടുക്കും. അതുകൊണ്ട് തന്നെ ഗൗരിയുടെ യാത്രകളിൽ മിക്കപ്പോഴും കൂടെ ഉണ്ടാകാറുള്ളത് മനോജാണ്. 35 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള അവിവാഹിതനായ ചെറുപ്പക്കാരനാണ് മനോജ്. അമ്മയ്ക്ക് എന്തു പറയുന്നു മനോജ് ചേട്ടാ, സുഖമല്ലേ? ഗൗരി ടെക്സ്റ്റൈൽസിലേക്ക് പോകും വഴി മനോജിനോട് ചോദിച്ചു. അമ്മ സുഖമായിരിക്കുന്നു ഗൗരിക്കുട്ടി. ഇന്നലെ ചോദിച്ചു ഗൗരിയുടെ കാര്യം. ഗൗരി അപ്പോ വീട്ടിലേക്ക് കെട്ടിട്ട് ഒരുപാടായല്ലോ എന്ന്. മനോജിന്റെ അമ്മ ലത ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ഹാർട്ടിൽ ഒരുപാട് സർജറികളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പരിപൂർണ വിശ്രമത്തിലാണ്. അമ്മയോട് പറയൂട്ടോ, ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ഞാൻ പറയും ഗൗരിക്കുട്ടി. എപ്പോഴും ഗൗരിക്കുട്ടിക്ക് ഓരോരോ തിരക്കുകളാന്നൊക്കെ പറയും. ഒക്കെ ഒന്ന് ഒതുങ്ങുമ്പോൾ ആ കുട്ടി വന്നോളൂന്നു. കഴിക്കുന്ന മരുന്നിൻ്റെയാണോന്നറിയില്ല, അമ്മയ്ക്കിപ്പോൾ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ട്. പെട്ടെന്ന് മനോജ് അത് പറഞ്ഞതും ഗൗരിയും അല്ലാതായി. ഗൗരിക്ക് മനോജ് വെറും ഡ്രൈവർ മാത്രമല്ല, ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് ഗൗരി മനോജിനെ കാണുന്നത്. മനോജിനും അതുപോലെ തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട പെങ്ങളൂട്ടിയാണ് ഗൗരി. ഒരുപക്ഷെ ശരത്തിനോടുള്ളതിനേക്കാൾ കൂടുതൽ അടുപ്പം ഗൗരിക്ക് മനോജുമായിട്ടായിരിക്കും. പണ്ട് അവൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ അവളെ കൊണ്ടുവിടുന്നതും വിളിച്ചുകൊണ്ടുവരുന്നതും എല്ലാം മനോജായിരുന്നു. അങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞു അവരപ്പോഴേക്കും ടെക്സ്റ്റൈൽസിന്റെ മുമ്പിലെത്തി. നഗരത്തിരക്കുകളുടെ ഒത്ത നടുവിൽ തല ഉയർത്തി നിൽക്കുന്ന ആ ബഹുനില കെട്ടിടം. ഗൗരിക്കുട്ടി, ഇറങ്ങാറാകുമ്പോൾ വിളിക്കേട്ടോ. ശരിയേട്ടാ, ഇന്ന് മിക്കവാറും വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാനുള്ള പണിയൊക്കെ ഉണ്ട്. ഗൗരി ഒരു താളത്തിൽ അതും പറഞ്ഞുകൊണ്ട് ഇറങ്ങാൻ തുടങ്ങിയതും മനോജ് പെട്ടെന്നിറങ്ങി അവൾക്കായി ഡോർ തുറന്നു കൊടുത്തു. സൂക്ഷിച്ചു പോ. അതും പറഞ്ഞുകൊണ്ട് മനോജ് വണ്ടി പാർക്കിങ്ങിലേക്ക് ഇട്ടു. ഗൗരി അകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റാഫുകൾ ഓരോരുത്തരായി അവളെ വിഷ് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഗൗരിയും മുന്നോട്ട് നടന്നു. അവൾ നേരെ പോയത് MDയുടെ ക്യാബിനിലേക്കാണ്. അപ്പോഴേക്കും തന്നെ അവിടുത്തെ ജനറൽ മാനേജർ സഞ്ജയ് അവിടേക്ക് വന്നിരുന്നു. അയാളുടെ കയ്യിൽ കുറച്ചധികം ഫയലുകളുമുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗൗരിയെ കണ്ട മാത്രമേ തന്നെ സഞ്ജയ് വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് സഞ്ജയ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഗൗരി പറഞ്ഞതും സഞ്ജയ് അവൾക്ക് മുന്നിൽ കിടന്ന കസേരകളിൽ ഒന്നിലിരുന്നു. അവൾ അയാൾ കൊണ്ടുവന്ന ഫയൽസ് ഓരോന്നായി തുറന്നു നോക്കാൻ തുടങ്ങി. മാഡം, ഇതൊക്കെ ഇതുവരെ നമ്മൾ കളക്ട് ചെയ്ത ഓർഡേഴ്സാണ്. ഇനിയിപ്പോൾ ഓണമൊക്കെയല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് ക്ലോത്ത്സിനൊക്കെ ഓർഡർ കൊടുക്കണമെന്നാണ് പ്രതാപ് സാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിന്നെ ഇന്ന് വരുന്ന ഓർഡേഴ്സിൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്കിന്നൊരു 10 o'clock മുമ്പായിട്ട് തരണം. പിന്നെ ഇന്നത്തെ ഓർഡേഴ്സ് എപ്പോഴായിരിക്കും വരുന്നത്? മാഡം, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ എല്ലാ സ്റ്റോക്കും നമ്മുടെ ഗോഡൗണിൽ എത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മാഡം, എന്നാൽ ഞാൻ. ശരി സഞ്ജയ്. സൈൻ ചെയ്യാനുള്ള 1-2 ഫയലുകൾ സൈൻ ചെയ്ത് തിരികെ സഞ്ജയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഗൗരി അല്പനേരം മനസ്സൊന്ന് ശാന്തമാക്കി അവിടെ ഇരുന്നു. കണ്ണുകൾ ഇറുക്കി അടയ്ക്കുന്ന നേരം ചെവിയിൽ വണ്ട് മൂളുന്നത് പോലെ ഇന്നലെ ശില്പ പറഞ്ഞ വാചകങ്ങൾ അവളുടെ തലച്ചോറിലേക്ക് ഇരമ്പിയെത്തി. ഗൗരി അസ്വസ്ഥതയോടെ നെറ്റിയൊന്ന് തടവി. ശേഷം ആ ഗ്ലാസ് ടേബിളിൽ വെച്ച് മുഖം പൂഴ്ത്തി കിടന്നു. സാധാരണ തനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും ഓഫീസ് ജോലിയുമായി കൂട്ടിക്കൊഴിക്കാറില്ല. ഇന്നെന്തോ അതിനുപോലും സാധിക്കുന്നില്ല. മനസ്സ് വീണ്ടും അസ്വസ്ഥമായി തുടങ്ങിയപ്പോൾ ഗൗരി ഇരുന്നിടത്തു നിന്നും ക്യാബിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ടേബിളിൻ്റെ മുകളിലിരുന്ന് അവളുടെ ഫോൺ മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഗൗരി ധൃതിയിൽ പുറത്തേക്കിറങ്ങി. ഫ്ലോർ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നാണ് അവൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. ഏറ്റവും ടോപ്പിലാണ് വെഡ്ഡിങ് സാരീസ്. അവൾ വെറുതെ അതുവഴിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നടന്നു. അപ്പോഴേക്കും പർച്ചേസിംഗ് മാനേജർ രാമകൃഷ്ണൻ അവൾക്കടുത്തേക്ക് വന്നു. മാഡം, ഇന്ന് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ല? ഏയ്, ഇതത്ര ഇമ്പോർട്ടൻറ്റ് വിസിറ്റ് ഒന്നും അല്ല രാമേട്ട. ഞാനിന്ന് ഫ്ലോറൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി ഇറങ്ങിയതാ. അവളുടെ കണ്ണുകൾ അവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരിലൂടെയും തെന്നി മാറിപ്പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ചിലരൊക്കെ ഗൗരിയെ കണ്ടതും നിറച്ചിരിയോടെ അവൾക്കടുത്തേക്ക് വന്ന് സംസാരിച്ചു.
എല്ലാവർക്കും ഒരു പുഞ്ചിരി മടക്കി നൽകിക്കൊണ്ടാണ് ഗൗരിയുടെ നടത്തം. വിവാഹവസ്ത്രങ്ങൾ ഏതെടുക്കുമെന്ന് കൺഫ്യൂഷനോടെ ഇരിക്കുന്ന വധു മുതൽ സന്തോഷത്തോടെ സാരി ഉടുത്തു നിൽക്കുന്ന പെൺകുട്ടികളെ വരെ അവൾ അവിടെ കണ്ടു. ഇതുപോലൊരു മൂമെന്റ് തൻ്റെ ലൈഫിലും ഉണ്ടാവുമോ? ഗൗരി ഭയത്തോടെ ഓർത്തു. കാലിനിങ്ങനെ ഒരു സ്വാധീനക്കുറവ് വന്നതിന് ശേഷം വിവാഹം എന്നൊരു കാര്യം അവളുടെ വിദൂര സ്വപ്നത്തെ പോലും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് വെറുതെ മറ്റൊരാളുടെ ജീവിതം കൂടി സ്പോയിൽ ചെയ്യുന്നത് എന്നൊരു ചിന്തയായിരുന്നു ഗൗരിക്ക്. മാത്രമല്ല, മുമ്പ് ഒന്ന് രണ്ട് ആലോചനകളൊക്കെ അച്ഛൻ നോക്കിയ സമയത്ത് തനിക്ക് കാലിന് ചെറിയൊരു വളവുള്ളതുകൊണ്ട് തന്നെ ഭീമമായ സ്ത്രീധനവും സ്വത്തിൻ്റെ പാതയുമൊക്കെയാണ് അവർ ചോദിച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവരുടെ കണ്ണ് എവിടേക്കാണെന്ന്. അങ്ങനെയുള്ളവർക്ക് പെണ്ണില്ലെന്നും പറഞ്ഞ് പ്രതാപനവരെ ആട്ടിയിറക്കി വിടുകയായിരുന്നു. അതിനുശേഷം പിന്നീട് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ഒരു നിൽപ്പായിരുന്നു. ഫ്ലോറ് ചുറ്റി നടന്ന് കാണുന്നുണ്ടെങ്കിലും ഗൗരിയുടെ മനസ്സിൽ ചിന്തകൾ പലതും പല വഴിക്കായിരുന്നു. ഏകദേശം ഉച്ചയോട് അടുക്കാറായപ്പോൾ തന്നെ സ്റ്റോക്ക് വന്നു. ഗൗരി അപ്പോഴേക്കും ക്യാബിനിലേക്ക് പോയി. പുതിയ സ്റ്റോക്ക് റിപ്പോർട്ട്സ് സഞ്ജയ് മെയിൽ ചെയ്തത് ശ്രദ്ധയോടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൗരി. അതേസമയം പ്രതാപനാണെങ്കിൽ കോൺഫറൻസ് മീറ്റ് കഴിഞ്ഞ് കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്തത്. രാഘവൻ എന്ന് സേവ് ചെയ്ത നമ്പർ കണ്ടതും പ്രതാപന്റെ മുഖം തെളിഞ്ഞു. ആ, പറയ് രാഘവേട്ട. സാർ ഇന്നലെ പറഞ്ഞില്ലേ ഗൗരിക്കുഞ്ഞിനെ പറ്റിയ വിവാഹാലോചന നോക്കണമെന്ന്? അതെ, എന്തായി? 2-3 പറ്റിയ വിവാഹാലോചന വന്നിട്ടുണ്ട് സാറേ. സാറിപ്പോൾ എവിടാ? ഞാനിപ്പോൾ പുറത്താണ്. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നമ്മുടെ ജ്വല്ലറിയിലേക്ക് വരും. താൻ അങ്ങോട്ട് വരാവോ? ഓ, അതിനെന്താ സാറേ, ഞാനങ്ങോട്ട് വരാമല്ലോ. അപ്പം ശരി, ജ്വല്ലറി വെച്ച് കാണാം. അതും പറഞ്ഞുകൊണ്ട് പ്രതാപൻ രാഘവന്റെ കോൾ കട്ട് ചെയ്തു. പ്രതാപൻ ജ്വല്ലറിയിലേക്ക് എത്തി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ രാഘവനും അവിടേക്ക് വന്നു. പ്രതാപൻ സാറിനെ കാണാനാണെന്ന് പറഞ്ഞു. സെക്യൂരിറ്റിയോട് അനുവാദം വാങ്ങി അയാൾ നേരെ പ്രതാപന്റെ ക്യാബിനിലേക്ക് ചെന്നു. രാഘവനെ കണ്ടതും പ്രതാപൻ ഒന്ന് ചിരിച്ചു. ആ, ഇരിക്ക് രാഘവേട്ട. ദേ സാറേ, ഇതൊക്കെയാണ് ചെക്കന്മാരുടെ ഫോട്ടോ. രാഘവൻ തൻ്റെ കയ്യിലിരുന്ന 2-3 ഫോട്ടോസ് പ്രതാപന്റെ നേർക്ക് നീട്ടി. എല്ലാം നല്ല സമ്പത്തും ചുറ്റുപാടുമുള്ള വീട്ടിലെയാണ് സാറേ. നമ്മുടെ ഗൗരിക്കുഞ്ഞിന് എന്തുകൊണ്ടും ചേരും. രാഘവൻ അതീവ താല്പര്യത്തോടെ പറഞ്ഞു. പ്രതാപന്റെ നെറ്റി ചുളിഞ്ഞു. രാഘവേട്ട, ഞാൻ പറഞ്ഞില്ലേ, സമ്പത്തല്ല ഇതിൽ വിഷയം. സമ്പത്തൊക്കെ എനിക്ക് ആവോളമുണ്ട്. ചെറുതെങ്കിലും എൻ്റെ മകൾക്കൊരു കുറവുണ്ട്. അത് അംഗീകരിക്കുന്ന ഒരാളാവണം. എന്നുവെച്ചാൽ നാളെ ഒരു കാലത്ത് ഒരു വിവാഹ ജീവിതം തുടങ്ങി എൻ്റെ മകൾ ഒരു ഭാരമാണെന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്താത്ത ഒരുവനായിരിക്കണം അവളുടെ ഭർത്താവ്. അതിനപ്പുറം അവരുടെ പണമോ പ്രശസ്തിയോ പാരമ്പര്യമോ ഒന്നും ഞാൻ നോക്കുന്നില്ല. നല്ല സ്വഭാവമായിരിക്കണം പയ്യൻ്റേത്. ഗൗരിക്കും ഇതൊക്കെ തന്നെയാണ് താല്പര്യം. സാറേ, അങ്ങനെയാണെങ്കിൽ ഒരു പയ്യനുണ്ട്. പക്ഷേ സാർ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു ചുറ്റുപാടല്ല അവൻ്റേത്. രാഘവൻ പറയുന്നത് കേട്ടുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് പ്രതാപൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്കൂളില്ലേ, മേലാറ്റൂരെ, അവിടുത്തെ മാഷ, ഹൈസ്കൂൾ വിഭാഗം മാഷ് അരുൺ കൃഷ്ണൻ. സാറ് കണ്ടിട്ടുണ്ടോ അയാളെ? പ്രതാപനും ആ പേരോർമ്മയുണ്ട്. പക്ഷേ മുഖം അതങ്ങോട്ട് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല. ചേട്ടൻ കാര്യം പറയേ. പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുക്കനാ. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആകെയുള്ളത് ഒരമ്മയും ചേച്ചിയും അനിയത്തിയും. ഈ പയ്യനാണ് ആ കുടുംബത്തിന്റെ അത്താണി. അവരുടെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയതാ. പിന്നെ മൂത്തതൊരു പെണ്ണുണ്ട്. അതിനെ കല്യാണം കഴിപ്പിച്ചയച്ചതാ. പക്ഷേ സ്ത്രീധനത്തിൽ എന്തോ 3 ലക്ഷം രൂപയോ മറ്റോ ഇനിയും കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടുകാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഒരു കൊച്ചുണ്ട്. പിന്നെ അരുണിനൊരു അനിയത്തിയാ ഉള്ളത്. ആ പെണ്ണും പഠിത്തമൊക്കെ കഴിഞ്ഞു. പക്ഷെ ജോലിയൊന്നും ആയിട്ടില്ല. ആ കൊച്ചു ടെസ്റ്റൊക്കെ എഴുതുന്നുണ്ട്. ഈ പിള്ളേരെല്ലാം നല്ലോണം പഠിക്കും സാറേ. പിന്നെ അരുൺ ഒരാളുടെ വരുമാനത്തിലാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ലൊരു പയ്യനാണ് സാറേ. കാര്യം അവന് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവനെക്കുറിച്ച് ആ നാട്ടിൽ ആരും മോശമൊന്നും പറയില്ല. കുറച്ച് സ്ഥലമുണ്ട് അവർക്ക്. അവിടെ എന്തോരം പച്ചക്കറി ഉണ്ടെന്നോ. എല്ലാം ചെയ്യുന്നത് ഈ പയ്യനാ. പിന്നെ പിള്ളേരുടെ യുവജനോത്സവവും വായനശാല, അങ്ങനെ എല്ലാ കാര്യത്തിലും അവൻ മുൻപന്തിയില്ല. എന്തിനു പറയുന്നു, നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കൊടിയേറിയ പിന്നെ
പിരിവിനും ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്കും അങ്ങനെ എല്ലാത്തിനും അവനുണ്ട് മുന്നിൽ. അവന് പിന്നാലെ ഒരു പിള്ളേരും. നല്ല പയ്യനാ സാറേ. അരുണിന്റെ അമ്മ സുമിത്ര എന്നോട് പറഞ്ഞിരുന്നു അവനൊരു വിവാഹം നോക്കണമെന്ന്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഗൗരിക്കുട്ടിയെ എന്തുകൊണ്ടും മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും അരുൺ. സാറിന് താല്പര്യമുണ്ടെങ്കിൽ പറ, ഞാൻ അവരോടൊന്ന് അന്വേഷിച്ചു നോക്കാം. രാഘവൻ പറഞ്ഞത് കേൾക്കെ പ്രതാപൻ അരുണിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി. മാത്രമല്ല, പിന്നീട് ആലോചിച്ചപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട് അരുണിനെ. ക്ഷേത്രത്തിലെ പിരിവിനും മറ്റും സ്പോൺസർഷിപ്പ് ചോദിച്ചൊക്കെ തൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ വായനശാലയിലേക്ക് കുറച്ച് ബുക്കുകൾ സ്പോൺസർ ചെയ്യാമോ എന്ന് ചോദിച്ചും വന്നിട്ടുണ്ട്. മാത്രമല്ല, പോസ്റ്റ് ഗ്രാജുവേഷൻ 1ാം റാങ്കോടെ പാസ്സായപ്പോൾ അരുണിന് ട്രോഫി കൊടുത്തത് താനാണ്. പ്രതാപൻ ഓർത്തെടുത്തു. മിടുക്കനാ, നല്ല പയ്യനാവൻ, അയാൾ മനസ്സിൽ പറഞ്ഞു. ആ പിന്നെ സാറേ, അരുണിപ്പോൾ PSC ഒക്കെ എഴുതി ഏതൊക്കെയോ റാങ്ക് ലിസ്റ്റിലുണ്ടെന്നാ പറഞ്ഞ്. നെറ്റൊക്കെ കിട്ടിയിരുന്നവന്. അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ പഠിപ്പിക്കാൻ പോകാനുള്ള എന്തൊക്കെയോ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അതിനെക്കുറിച്ച് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. ഞാനെന്തായാലും ഗൗരിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ അവരുടെ വീട്ടിൽ ഒന്ന് സൂചിപ്പിച്ചു വെക്കും. നല്ല ബന്ധമാണെങ്കിൽ നമുക്ക് നടത്താം. പ്രതാപൻ പറഞ്ഞു കേട്ടത് രാഘവൻ സന്തോഷത്തോടെ എഴുന്നേറ്റു. പ്രതാപൻ തന്റെ വാലറ്റ് തുറന്ന് അതിൽ നിന്നും 2000-ന്റെ ഒരു നോട്ട് രാഘവന് കൊടുത്തു. അയ്യോ, ഇതൊന്നും വേണ്ട സാറേ, കല്യാണം എന്തെങ്കിലും നടത്തുമ്പോൾ തന്നാ മതി. സാരമില്ല രാഘവേട്ട, ഇതിരിക്കട്ടെ. അതും പറഞ്ഞ് പ്രതാപൻ നിർബന്ധിച്ച് ആ പൈസ രാഘവനെ ഏൽപ്പിച്ചു. അയാൾ ക്യാബിൻ വിട്ടകന്നതും ആലോചനയോടെ പ്രതാപൻ അല്പനേരം അവിടെ തന്നെ ഇരുന്നു. ശേഷം ഫോണെടുത്ത് ആരോ വിളിച്ചു. ഏകദേശം ഉച്ചതിരിഞ്ഞ സമയത്താണ് പ്രതാപന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. ഹലോ സാർ, ഞാൻ സാറ് പറഞ്ഞതുപോലെ ആ പയ്യനെ പറ്റി അന്വേഷിച്ചു. ആരും മോശം പറഞ്ഞിട്ടില്ല കേട്ടോ. നാട്ടിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ കുറച്ച് വിവരങ്ങൾ രാഘവൻ പറഞ്ഞതുമായി യോജിച്ചു പോകുന്ന തരത്തിലുള്ളതാണ്. പിന്നെ സാറൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ആ പയ്യനെ ഉടനെ തന്നെ മേലാറ്റൂർ സ്കൂളിലെ ഉദ്യോഗമൊക്കെ വിട്ടിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെൻറ് കോളേജിൽ ലെക്ചറായിട്ട് കയറാൻ പോവാണെന്നാ. അതുകൂടി ആയതോടെ പ്രതാപിന്റെ മുഖം കുറച്ചുകൂടി വിടർന്നു. എത്ര സാധാരണ സ്ഥിതിയിലുള്ള കുടുംബമായാലും പയ്യൻ അത്യാവശ്യം വിദ്യാഭ്യാസം വേണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അരുണിന് ആവോളം വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രതാപന് സമാധാനമായി. അതേസമയം ബ്രോക്കർ രാഘവൻ ജ്വല്ലറിയിൽ നിന്നിറങ്ങി നേരെ പോയത് അരുണിന്റെ വീട്ടിലേക്കായിരുന്നു. സുമിത്ര ചേച്ചി, സുമിത്ര ചേച്ചി, നിങ്ങളിത് എവിടാ? അവരെ വിളിച്ചുകൊണ്ട് അയാൾ ഉമ്മറത്തെ സിറ്റൗട്ടിലേക്കിരുന്നു. അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുമിത്ര. ഉടുത്തിരുന്ന നേരിയതിന്റെ തുമ്പിൽ കൈ തുടച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആഹാ, ആരിത്? രാഘവനോ? മോളെ, രാഘവേട്ടന് കുടിക്കാനെടുക്ക്. സുമിത്ര ഉമ്മറത്ത് നിന്നുകൊണ്ട് തന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. എന്തായി രാഘവ, ഞാൻ പറഞ്ഞതുപോലെ അരുണിന് പറ്റിയ വല്ല ബന്ധങ്ങളും ഒത്തു വന്നോ? സുമിത്ര ചേച്ചി, ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചാടിക്കേറി അഭിപ്രായം ഒന്നും പറയാൻ നിൽക്കണ്ട. ആദ്യം പറയാനുള്ളത് മുഴുവനും കേൾക്കണം, കേട്ടല്ലോ? ആദ്യം തന്നെ രാഘവൻ അവർക്കൊരു വാണിംഗ് കൊടുത്തു. നമ്മുടെ മേലാറ്റൂരെ പ്രതാപൻ സാറിനെ അറിയില്ലേ? പിന്നെ പ്രതാപൻ മുതലാളിയെ അറിയാത്തത് ആരാ ഉള്ളത്? അദ്ദേഹത്തിന്റെ മോൾ ഗൗരി. ഗൗരി അറിയുമോ? ഏതാ? കാലിന് ചട്ടുള്ള പെണ്ണല്ലേ? അത് തന്നെ. ആ കുട്ടിക്ക് അവരിപ്പോ കല്യാണം ആലോചിക്കുന്നുണ്ട്. രാഘവൻ പരിങ്ങിലൂടെ പറഞ്ഞു. രാഘവൻ എന്തോ പറഞ്ഞു വരുന്നേ? ഞാൻ വെറുതെ നമ്മുടെ അരുണിന്റെ കാര്യം അവരോട് പറഞ്ഞു. കേട്ടപ്പോൾ പ്രതാപ സാറിനൊക്കെ നല്ല താല്പര്യം. രാഘവ, ഞങ്ങൾക്ക് പണത്തിനല്പം കുറവുണ്ടെന്നേ ഉള്ളൂ എന്ന് കരുതി ഒരു ചട്ടുകാലിയൊന്നും വിളക്ക് കൊടുത്ത് അകത്തോട്ട് കയറ്റേണ്ട ഗതികേട് ഈ സുമിത്രയ്ക്ക് വന്നിട്ടില്ല. സുമിത്ര അമർഷത്തോടെ പറഞ്ഞു. രാഘവൻ അറിയാതെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോയി. ചേച്ചി, ഞാൻ... അയാൾ പിന്നീട് എന്തോ പറയാൻ തുടങ്ങിയതും സുമിത്ര അയാളെ കൈയുയർത്തി തടഞ്ഞു. തൽക്കാലം രാഘവൻ വേറെ ഏതെങ്കിലും ആലോചന ഉണ്ടെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ആലോചനകൾ ഏതെങ്കിലും ഒത്തുവരുമ്പോൾ പറ. എനിക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. രാഘവന്റെ ആ സംസാരം ഒട്ടും ഇഷ്ടമാകാത്തത് കൊണ്ട് തന്നെ സുമിത്ര അത് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ രാഘവൻ പുറത്തേക്കും. തുടരും. അടുത്ത പാട്ട് പറ്റുമെങ്കിലൊന്ന് വൈകുന്നേരം ഇടാട്ടോ.
കഥ വായിച്ചിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.